ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബേദ്കർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു സ്ഥാപനത്തിന്റെ മനസ്സ് ആരുടെ മനസ്സായിരിക്കും എന്നുള്ളത്. ഒരു സർവകലാശാലയുടെയോ അല്ലെങ്കിൽ ഒരു കോളേജിന്റെയോ അതിന്റെ മാനേജ്മെന്റിന്റെ മനസ്സാണ് യഥാർത്ഥത്തിൽ അവിടെ ആ സ്ഥാപനത്തിന്റെ മനസ്സ്. സർക്കാരിന്റെ മനസ്സ് ആരുടെ മനസ്സാണ് എന്ന് ചോദിച്ചാൽ ഈ മനസ്സിന്റെ പങ്കാളിയാവാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ സംവരണത്തിലൂടെയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തൊഴിലിലുള്ള സംവരണവും അടിസ്ഥാനത്തിലൊക്കെ വന്നിട്ടുള്ളത്. സർക്കാരിന്റെ മനസ്സിന്റെ ഭാഗമാവാൻ വേണ്ടി ഇത് നൂറ്റാണ്ടുകളായി പിന്നോട്ട് വലിക്കപ്പെട്ടിട്ടുള്ള സമൂഹത്തിന് സംവരണം നൽകുക എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഈ സംവരണത്തെ പൊതുസമൂഹം, പ്രത്യേകിച്ച് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കുന്നത് എന്തോ ഒരു ഔദാര്യം പോലെയാണ്. ഇപ്പൊ എന്റെയും അല്ലെങ്കിൽ എൻ്റെ തലമുറകളായിട്ടുള്ള അപ്പൂപ്പന്മാരും അമ്മമ്മമാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ പാടത്തും പണിയെടുത്തൊക്കെ ഇവരുടെ എല്ലാവരെയും പൊതുസമൂഹത്തെ മുഴുവൻ അവരുടെ ആവശ്യത്തിന് വേണ്ടി പണിയെടുത്തിട്ടുള്ള സമൂഹമാണ്. ആ പണിയെടുത്തിട്ടുള്ള സമൂഹത്തിലുള്ള ഏറ്റവും പുതിയ തലമുറകളാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ രംഗത്തേക്ക് പോകുന്നത്. വിദ്യാഭ്യാസ രംഗത്തേക്ക് പോകുന്നു. അവർ സംവരണാടിസ്ഥാനത്തിൽ ചില സമയം അതിൽ കയറിക്കൂടുകയും ചെയ്യുന്ന സമയത്ത് അത് ചരിത്രപരമായ ഒരു നീതി കൊടുക്കേണ്ടുന്ന ഒരു ഇടമാണ് എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും സർവകലാശാലയിലുള്ള അധ്യാപകർക്കോ അധ്യാപികമാർക്കോ ഒന്നും സാധിക്കാതെ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സർവകലാശാലയോ അല്ലെങ്കിൽ കോളേജുകളോ ഭരിക്കുന്ന ഭരണകൂടം, ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ, വ്യക്തികൾ അവരുടെ പ്രിജുഡൈസ്ഡ് ആയിട്ടുള്ള മുൻവിധിയോടുള്ള മനസ്സോടു കൂടിയാണ് പലപ്പോഴും അവർ ഭരണക്രമം നടത്തുന്നത്. അതുകൊണ്ട് ആ ഒരു മുൻവിധി തന്നെയാണല്ലോ പ്രശ്നം. ശ്രീ രാജേഷ് കൊമത്ത്, നോക്കൂ, ഇവിടെ കേരള സർവകലാശാലയിൽ അവിടെ സംസ്കൃതം വകുപ്പ് മേധാവി അവിടെയുള്ള ഒരു ഗവേഷക വിദ്യാർത്ഥിയോട് ചോദിച്ചത് എന്താണെന്നറിയോ? പുലയർക്കും പറയന്മാർക്കും ഒന്നും പഠിക്കാനുള്ളതല്ല സംസ്കൃതം എന്നാണ്. തീർച്ചയായും ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, ഇപ്പൊ ഇവിടെ ഈ കുറ്റം ചെയ്തിട്ടുള്ള ഒരു അധ്യാപികനും ഇവർ രണ്ടുപേരും ഈ നിരന്തരമായിട്ട് ഈ കുട്ടിയെ അപമാനിക്കുകയും ഈ കുട്ടിയെ അപമാനിക്കുന്ന രീതിയിൽ പൊതുമധ്യത്തിൽ, അതാണല്ലോ മറ്റു കുട്ടികൾ പറയുന്നത് ഇദ്ദേഹത്തെ, ഈ കുട്ടിയെ അപമാനിക്കാറുണ്ട്, ഈ കുട്ടിയെ പട്ടി എന്ന് വിളിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. ഈ പട്ടി എന്ന് വിളിക്കുന്ന പദം എപ്പോഴും ഈ പട്ടികജാതിക്കാര് പട്ടികവർഗക്കാര് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. ഈ പട്ടികജാതി എന്ന് പറയുന്നതിന് പകരമാണ് ഇവർ പട്ടി എന്ന ഈ മലയാള പദം ഉപയോഗിക്കുന്നത്. ഇത് എല്ലാ ക്യാമ്പസുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും ഇത്തരത്തിൽ കടന്നു വരുന്ന കുട്ടികളെ അധിക്ഷേപിക്കാൻ വേണ്ടി, പൊതുമധ്യത്തിൽ അധിക്ഷേപിക്കാൻ വേണ്ടി, അവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഈ കുട്ടികൾക്ക് സ്വമേധയാ വന്ന് ഒരു പരാതി കൊടുക്കാനോ, നിങ്ങൾ പറയുന്നത് ശരിയല്ല, നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു കുറ്റമാണ്, ഒരു ക്രിമിനലാണ്, ഒരു ക്രൈമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് കുട്ടികൾക്ക് പറയാനുള്ള ഒരു സംവിധാനം ക്യാമ്പസിന്റെ ഉള്ളുകളിൽ ഇല്ല. മറിച്ച് ക്യാമ്പസ് അങ്ങനെ ജാതിയൊന്നും ഇല്ല, ഇവിടെ എല്ലാം വളരെ സുന്ദരമാണ് എന്ന് പറയുന്ന മറ്റൊരു രാഷ്ട്രീയ വർഗം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രോഹിത് വിമല ആക്ട് പോലുള്ള നിയമങ്ങൾ വരണം എന്ന് പറയുന്നത്. എല്ലാ ക്യാമ്പസുകളിലും SC/ST സെല്ലുകളുണ്ട്. പക്ഷെ അവിടെ വരുന്ന പരാതികൾ വളരെ തുച്ഛമാണ്. അവിടെ പരാതി എത്താറേ ഇല്ല. പരാതി എത്തുന്നതിന് മുന്നേ തന്നെ പലതരത്തിലുള്ള അധികാര രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ പരാതി എത്തിക്കാത്ത രീതിയിലേക്ക് മാറ്റുകയാണ്. ഈ കേസ് തന്നെ ഇവരെ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തു. ഇനിയിപ്പം ഇവരെ സസ്പെൻഷൻ അടിസ്ഥാനത്തിൽ ഇവരെ പെൻഡിങ് എൻക്വയറി നടക്കും. പക്ഷെ ഇതൊരിക്കലും തന്നെ അട്രോസിറ്റി ആക്ട് പ്രകാരം, POA ആക്ട് പ്രകാരം കണിശമായ രീതിയിൽ ഇത് മുന്നോട്ട് പോവുകയില്ല. ഇത് പോവില്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലുള്ള എല്ലാ കേസുകളിലും പോലീസിന്റെയും അതേപോലെ ഭരണവർഗ താല്പര്യത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ മറ്റ് അധ്യാപകർ തന്നെയും ജാതീയമായിട്ട് തന്നെ വേർതിരിഞ്ഞ് ഇതിനെ കൊളൂഡ് ചെയ്യും. ഇതിലൊരു ഗൂഢാലോചന നടത്തും. ഗൂഢാലോചന നടത്തിയിട്ട് ഈ കുട്ടി എന്തോ മോശക്കാരനാണ്, അല്ലെങ്കിൽ ഈ പട്ടികവർഗത്തിൽ പെടുന്ന കുട്ടികൾക്ക് പഠിക്കാൻ അറിയില്ല, അവർ പഠിക്കുന്ന കുട്ടികളല്ല എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്.